ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ്റ്റർ സ്പെഷ്യലാണ് കേട്ടോ. ഈസ്റ്റർ സ്പെഷ്യൽ ആണെങ്കിലും സൺഡേ ആണെങ്കിലും ഇന്നും രാവിലെ 5 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിന്ന് ബിരിയാണിക്ക് ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു സമയമാകുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റതാണ് കേട്ടോ. അപ്പം ഇന്നിപ്പം നമുക്കൊരു 25 ബിരിയാണിയാണ് നമ്മൾ ആദ്യം ഓർഡർ എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്തു. കാരണം ഇത്രയധികം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുള്ള പാത്രം വേണം. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റൗവും ബർണറും ഒക്കെ ചെറുതാണ്. അപ്പോൾ വലിയ പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് കുക്കാകാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് 25 ബിരിയാണി ആയപ്പോഴത്തേക്ക് ഓർഡർ ക്ലോസ് ചെയ്തതായിരുന്നു. പക്ഷേങ്കിൽ പിന്നെയും ആൾക്കാർ ചോദിച്ച് അങ്ങനെ 30 ബിരിയാണി വരെ നമ്മൾ മാക്സിമം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ സവാളയാണെങ്കിലും ഒരുപാട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മണിക്ക് തുടങ്ങിയാലേ തീരത്തുള്ളായിരുന്നു. അപ്പം നമ്മൾ മസാലയ്ക്ക് സവാള വേണം, അതുപോലെ റൈത്ത ഉണ്ടാക്കാൻ സവാള വേണം, റൈസിന് വേണം, ഫ്രൈ ചെയ്യാൻ വേണം, അങ്ങനെ ഒരുപാട് സവാള വേണ്ടതായിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്കൊന്നൊരു 4.5 കിലോളം നമ്മൾ സവാള തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചുള്ളി വേറെ. അപ്പോൾ അങ്ങനെ അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ 5 മണിക്ക് തൊട്ട് അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു ഫ്രൈ ചെയ്യാനുള്ളത് അരിഞ്ഞ് തായും. അപ്പോൾ പിന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ, കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അമ്മ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ ചായയൊക്കെ എടുത്തു അമ്മയ്ക്ക് ചായ കൊണ്ട് കൊടുത്തു. കൂട്ടത്തിൽ ഞാൻ രാവിലത്തെ ACVയും കൂടെ കുടിക്കുകയാണ് കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് ഇപ്പം എന്ന് വെച്ചാൽ ഒരു 3-4 ദിവസം കൊണ്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല. കാരണമൊന്നുമല്ല, നമ്മുടെ സൂംബ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സമ്മർ ബ്രേക്കാണ്. 2 മാസം നമുക്ക് സൂംബ ക്ലാസ് ഇല്ല. ഇനിയിപ്പോൾ നടക്കാൻ പോയേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെ വണ്ണം വെക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നടക്കാൻ പോകാനായിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡയറ്റ് ആണെങ്കിലും ഇപ്പം ഡയറ്റ് തൽക്കാലത്തേക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പം 2 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് തുടങ്ങുക. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ചീറ്റ് ചെയ്യണമല്ലോ. അപ്പം ഡയറ്റിൻ്റെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാനൊരു 3-4 ദിവസം ബ്രേക്ക് എടുത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല. എന്നാലും പറ്റുന്ന പോലെ അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. കുറച്ചധികം വേണ്ടതുകൊണ്ട് തന്നെ അധികം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അതിൽ തന്നെയാണ് ഒനിയനും ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ അതുപോലെ തന്നെ ചിക്കനും ഇതിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഓയിൽ തന്നെയാണ് ബിരിയാണി മസാല ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി മസാല ഭയങ്കര ടേസ്റ്റായിട്ട് കിട്ടും. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തെ ഒരു ടിപ്പാണ് കേട്ടോ. ഇത് ഉണ്ടല്ലേ, ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ സമയം ഒരുപാട് എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പാത്രത്തിലായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു പാത്രത്തിലും കൂടെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് ആ 2 സൈഡും ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കൊന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പം ചിലർ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാറുണ്ട്, ചിലർ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പല സൈസ് ബിരിയാണി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏതാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതാണ്ട് ഇന്ന് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവോളയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയാണെങ്കിലും അരിച്ച് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ബിരിയാണി ദമ്മ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. പിന്നെ ഈ ഒരു പാത്രം ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. 16 ലിറ്ററിൻ്റെ ഒരു പാത്രമാണ്. കാരണം നമുക്ക് പാത്രങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓരോന്നും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം മേടിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ സാധാരണ ഉരുളി പോലത്തെ ഇതൊക്കെ മേടിക്കാനായിട്ട് എപ്പോഴും വിചാരിക്കും നാട്ടിൽ പോകുന്ന സമയത്ത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്ന് തിരക്കായിപ്പോയി പാത്രങ്ങൾ മേടിക്കാനും പറ്റാറില്ല. അല്ലെങ്കിൽ വണ്ടിയിൽ തിരിച്ചു വരുമ്പോൾ ഇടയും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ തവണ പോകുമ്പോഴും ഇങ്ങനെ മേടിക്കാൻ പറ്റാതെ തിരിച്ച് പോരാറാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ ഓൺലൈനിൽ ഒരു പാത്രം ഓർഡർ ചെയ്താണ് കേട്ടോ. ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വേണം കുറച്ച് പാത്രങ്ങൾ മേടിക്കാനെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആ പാത്രത്തിലാണ് നമ്മളിന്ന് ചിക്കന് മസാല വെക്കുന്നത്. കാരണം കുറച്ചധികം ചിക്കൻ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ നല്ലപോലെ റെഡിയാക്കി വരണമെങ്കിൽ വലിയ പാത്രം തന്നെ വേണം. പിന്നെ ഈ ഒരു വലിയ പാത്രം വെച്ചാലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബർണർ ചെറുതായതുകൊണ്ട് തന്നെ അധികം തീ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്ന പോലെ
തോന്നും. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ അത് നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓട്സും നട്ട്സും എല്ലാം കൂടെ ഒരു പഴവും കൂടെ അരിഞ്ഞിട്ടിട്ട് അത് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ജോലികൾ തുടരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു ഒന്ന് ടേസ്റ്റ് നോക്കാനും പറഞ്ഞ് അമ്മയ്ക്ക് വെച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആക്കിക്കൊണ്ട് ഇതാണ് കഴിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കും ദോശയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതേസമയം കുറച്ച് ദിവസം മുന്നേ പാത്തുവിന് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ബിരിയാണി വെച്ചത് ഞാൻ അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബിരിയാണിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതാകുമ്പം കുറച്ച് ക്വാണ്ടിറ്റിയിൽ 1 കിലോ അരിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ നല്ല റെഡി ആയതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടും കൂടെ മസാല വയ്ക്കുമ്പോഴത്തേക്കും ചിക്കനൊക്കെ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി അച്ഛൻ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ റൈസ് വെക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നമുക്ക് പാത്രങ്ങൾ അധികം ഇല്ലാത്തത് കൊണ്ടും ഒരുപാട് ഉണ്ടാക്കാനായിട്ടുള്ളത് കൊണ്ടും പല തവണയായിട്ട് ഒരു 2-3 തവണയായിട്ട് റൈസ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യത്തെ ട്രിപ്പ് റൈസ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങളായതൊക്കെ അമ്മ അപ്പം എടുത്ത് കഴുകുന്നുണ്ട്. അപ്പോൾ അത് ദിനു ആണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാം ഇളക്കി മസാലയൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കുകയാണ്. അപ്പം മസാലയൊക്കെ പാകത്തിനായോ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കാനായിട്ട്. അപ്പോൾ ദിനു നോക്കി കഴിയുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ആണ്. ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ടേസ്റ്റ് നോക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അരി ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മസാല റെഡി ആയി കഴിഞ്ഞപ്പം അതിന് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയനും കൂടി ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചിടുകയാണ് കേട്ടോ. അത് നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സവാള ഒന്ന് ഫ്രൈ ചെയ്തത് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ചിക്കൻ മസാല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അത് നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അതിനിപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പം ആ കൂട്ടത്തിൽ തന്നെ ബിരിയാണിയുടെ കൂട്ടത്തിൽ നമ്മൾ മുട്ട കൊടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു മുട്ട നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് കുക്കറിനകത്ത് അത്രയും മുട്ട കുക്കായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് നല്ലോണം അത് റെഡി ആവണം. അപ്പോൾ അതുകൊണ്ട് അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പാദോസ് എഴുന്നേറ്റായിരുന്നു. അവളെ ആണെങ്കിൽ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് ഇന്ന് ദോശയാണ്. ദോശയും പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, അത് കൂട്ടിയാണ് അവൾ കഴിക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാലയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ദമ്മ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ആദ്യത്തെ ദം ഇടാനായിട്ട് തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പല തവണയായിട്ട് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ഓരോരോ തവണയായിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ 3 തവണയായിട്ട് റൈസും കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു എല്ലാം കൂടെ നമ്മൾ ആകെപ്പാടെ ബഹളമായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ദം ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വേണ്ട കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഗരം മസാലയും മല്ലിയിലയും അങ്ങനെ എല്ലാം ഒന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ചോറിട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ വീണ്ടും കാഷ്യൂനട്ടും അങ്ങനെയുള്ള എല്ലാം ഇട്ടതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് അത് ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20-25 മിനിറ്റ് നമ്മളിത് ദം ചെയ്യാനായിട്ട് വെക്കും. ആ സമയത്ത് തന്നെ ഞാൻ ഇപ്പുറത്തൂടെ അടുത്ത ദമ്മും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 തവണയായിട്ട് നമ്മൾ ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദിനു ആണെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ റൈത്ത റെഡിയാക്കിയത് അതും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 2 ബിരിയാണിക്ക് ഓർഡർ ചെയ്തവർക്ക് വലിയൊരു ബോക്സിലും കൊടുക്കും. ഒരു ബിരിയാണിയായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളവർക്ക് ചെറിയൊരു ബോക്സിലും അങ്ങനെ ഓരോന്നും നോക്കി പാക്ക് ചെയ്തൊക്കെ എടുത്ത് വെച്ചു റൈത്ത. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിരിയാണി ആദ്യം നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ദം ഒന്ന് പൊട്ടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. കാരണം പെട്ടെന്ന് സമയം പോകും. ഇത്രയധികം ബിരിയാണി പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമാകും. അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ റൈസ് ഇട്ടു, അതിനുശേഷം മസാല വെച്ചു, അത് കഴിഞ്ഞ് ഒരു മുട്ടയും കൂടെ വെച്ചതിന് ശേഷം വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മേളിൽ നിന്ന് റൈസ് മാത്രം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് മസാല തന്നെ സെപ്പറേറ്റും വെച്ചു കേട്ടോ. അതാണ് പാക്ക് ചെയ്യാനായിട്ട് എളുപ്പം. അപ്പോൾ ദിനു ഇവിടെ ഇരുന്ന് എല്ലാ ബിരിയാണി ഇങ്ങനെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കുകയാണ്. അപ്പോൾ പാക്ക് ചെയ്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്ത് അച്ഛൻ അത് ടേബിളിൽ വയ്ക്കുമ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ സവോള ഫ്രൈ ചെയ്തതുണ്ടല്ലോ അതും കൂടെ വെച്ചിട്ട് പാക്ക് ചെയ്ത് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന്
സീൽ ചെയ്ത് പിന്നെ കവറിലാക്കി പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ദിനു ഇതാ രണ്ടാമത്തെ ഫസ്റ്റിലേതുള്ളതെല്ലാം പാക്ക് ചെയ്തു, രണ്ടാമത്തെ ദമ്മും പൊട്ടിച്ചു. ഈ ഒരു പോട്ടിലും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 തവണയായിട്ട് ദം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ദിനു റെഡിയാക്കി തരുമ്പോൾ അതെല്ലാം ഞാനും അമ്മയും അച്ഛനും കൂടെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു എന്താ പറയുന്ന ഒരു എഫേർട്ടാണ് ഇത്രയും ബിരിയാണി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയത്. പിന്നെ എല്ലാ തവണയും ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങാറുള്ളൂ, ഒരു തെറ്റും വരാതെ എല്ലാം ഭംഗിയായിട്ട് നടക്കണേന്ന്. അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് ബിരിയാണിയൊക്കെ നല്ലതായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റി. അതിനുശേഷം അച്ഛൻ ഒരു വഴിക്ക് കൊടുക്കാനായിട്ട് പോയി, ദിനു ഒരു വഴിക്ക് പോയി, ഞാനും ഒരു വഴിക്ക് പോയി. ഇങ്ങനെ 3 പേരും കൂടെ കൊടുത്ത് അങ്ങനെ കൊടുത്തൊക്കെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു ഓറഞ്ച് ജ്യൂസാക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയാണ് ഞാൻ. ഇനിയിപ്പോൾ ഒന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല, കാരണം ഇത്രയധികം ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒന്നും കഴിക്കാനായിട്ട് തോന്നത്തില്ല. അങ്ങനെ നമ്മളെല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്തുവിന് പിന്നെ ഞാൻ ബിരിയാണി എടുത്ത് കൊടുക്കുക കേട്ടോ. അവൾക്ക് വിശക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ബിരിയാണി തരാം, അതിന് ശേഷം പിന്നെ ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് ബിരിയാണി പതുക്കെ ഇരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ അടുക്കളയിലെല്ലാം പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരുന്നു. വീടാണെങ്കിലും ഹാളും അടുക്കളയും നല്ല രീതിക്ക് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ അവിടെ ഇവിടെയും വീണിട്ട് ഇത്രയധികം ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ആ സമയത്ത് എന്തായാലും വൃത്തികേടാകും. അപ്പോൾ അങ്ങനെ ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവരും നല്ലതായിരുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്ക് തന്നപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും ഫുഡ് കഴിച്ച് അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോഴത്തേക്കും ശരിക്കും ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്